യൂണിറ്റ് 6 ഡീൽ ചെയ്യുന്നത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? ഹ്യൂമൻ ബീയിങ്സ് അല്ലേ? ഹ്യൂമൻസിനെയാണ് സ്റ്റാഫായിട്ട് എല്ലാവരും നിയോഗിക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ റിസോഴ്സ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ടുള്ള ജോലിക്ക് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓഫീസിൻ്റെ ഓർഗനൈസേഷൻ കപ്പാസിറ്റിയൊക്കെ ലോ ആകും. അവിടെ നന്നായിട്ട് കാര്യങ്ങൾ നടക്കത്തില്ല. അവിടുത്തെ ഒബ്ജക്റ്റീവ്സ് ഒന്നും പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ റൈറ്റ് പേഴ്സൺ റൈറ്റ് പൊസിഷൻ, ദാറ്റ് ഇസ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഈ ഓർഗനൈസിങ്ങുമായിട്ട് വളരെയധികം ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓർഗനൈസിങ് ആണല്ലോ കറക്റ്റായിട്ട് ഏതാണ് ജോബ് പൊസിഷൻ എന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഓർഗനൈസിങ്ങിലാണ് നടക്കുന്നത്. സോ സ്റ്റാഫിംഗ് ആണ് പല പൊസിഷനെ നോക്കി ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പർ മോട്ടിവേഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വർക്ക് എഫക്റ്റീവ്ലി നടക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റാഫിംഗ് ത്രൂ ആണ്. സോ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാഫിംഗ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ പുട്ടിംഗ് പീപ്പിൾ ടു ജോബ്സ്, വ്യക്തികളെ നമ്മൾ ജോലിക്കായിട്ട് നിയോഗിക്കുന്നു. സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ്, ഡെവലപ്പിംഗ്, മെയിൻറ്റെയിനിങ് എ സാറ്റിസ്ഫാക്ടറി ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ് ഫോർ ആൻ ഓർഗനൈസേഷൻ. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഹ്യൂമൻ റിസോഴ്സസിനെ അക്വയർ ചെയ്യുന്നതും അവരെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പറയുന്ന ആക്ടിവിറ്റിയാണ് സ്റ്റാഫിംഗ്. ടേം സ്റ്റാഫിങ്ങിനകത്ത് കുറച്ച് വാക്കുകളുണ്ട്. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രെയിനിങ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, എല്ലാം ഈ വാക്കുകളൊക്കെ സ്റ്റാഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. അത് ഓരോ ഓർഗനൈസേഷൻ്റെയും സൈസും ടൈപ്പും അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലടത്ത് വളരെ കുറവായിരിക്കും, ചിലയിടത്ത് വളരെ കൂടുതലായിരിക്കും. സോ സ്റ്റാഫിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ എപ്പോഴും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കണം. കൂൺസ് ആൻഡ് ഒഡോണലിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫിംഗ് ഫങ്ഷൻ പെർറ്റെയിൻസ് to the recruitment, selection, development, training and compensation of subordinate managers. ഇനി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് പീപ്പിൾ അറ്റ് വർക്ക് ആൻഡ് ദെയർ റിലേഷൻഷിപ്സ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അത് മാത്രമല്ല സ്റ്റാഫിങ്ങിനകത്ത് എന്താ ഇൻവോൾവ് ആയിരിക്കുന്ന ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതുപോലെ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, ഓൾ മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ്. എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കൺസേൺഡ് ആയിട്ടിരിക്കുന്ന ഒരു ലിങ്ക് ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ടേം. സ്റ്റാഫിംഗ് ക്യാരി ഓൺ ചെയ്യുന്ന ആ ഫംഗ്ഷൻ ക്യാരി ഓൺ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്, അല്ലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സോ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിംഗ് പറയുമ്പോൾ നമുക്ക് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് കൺസേൺ വിത്ത് പീപ്പിൾ അറ്റ് വർക്ക് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. സ്റ്റാഫിംഗ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സ്റ്റാഫിങ്ങിനകത്ത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ്. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പെർഫോം സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഈസ് കോൾഡ് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്. എന്തൊക്കെയാണ് നല്ല സ്റ്റാഫിങ്ങിന്റെ ആവശ്യകത എന്ന് നമുക്ക് നോക്കാം. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. ഒന്ന്, നല്ല പെർഫോമൻസ്, ഓർഗനൈസേഷന്റെ നല്ല പെർഫോമൻസിന് വേണ്ടിയിട്ട്. ബെറ്റർ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ. ബെറ്റർ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയുള്ള ആളുകൾ ജോലി ചെയ്യുന്നതനുസരിച്ചിരിക്കും. അത് എത്രത്തോളം സ്റ്റാഫിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും അടിപൊളിയായിട്ടായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ ആക്ടിവിറ്റീസ് നടക്കുന്നത്, പെർഫോമൻസ് നടക്കുന്നത്. സോ ബെറ്റർ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻ. രണ്ടാമത് യൂസ് ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജി. അതായത് നമ്മൾ ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ വളരെ പുറകിലായി പോകും അല്ലേ. സോ ടെക്നിക്കൽ ചേഞ്ചസ് ഓരോ ദിവസം ഡേ ബൈ ഡേ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
സോ റൈറ്റ് പേഴ്സൺസിനെ റൈറ്റ് ആയിട്ട് നമ്മൾ പൊസിഷനിൽ കൊണ്ടിരുത്തിയാൽ അവര് ഓരോ ടെക്നോളജിയുടെയും അഡ്വാൻറ്റേജസ് യൂസ് ചെയ്യും. സോ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ്ങിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ബെറ്റർ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നല്ല സ്റ്റാഫിംഗ് ചെയ്യണം. യൂസ് ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഗുഡ് സ്റ്റാഫിംഗ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. തേർഡ് പോയിന്റ് ആണ് എൻഷ്യൂർ കണ്ടിന്യൂസ് ഫങ്ഷനിങ്. സ്റ്റാഫിംഗ് ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഫങ്ഷനിങ് ക്യാരി ഓൺ ചെയ്യുന്നത്. അതായത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ കറക്റ്റ് സമയത്ത് പ്രൊവൈഡ് ചെയ്യുക, അതുവഴി ലേബറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ഗുഡ് റിലേഷൻഷിപ്പ് ലേബേഴ്സ് തമ്മിൽ കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫങ്ഷനിങ് ഓഫ് ലേബർ കൊണ്ടാണ് നടക്കുന്നത്. സോ അതാണ് തേർഡ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്, വിച്ച് മീൻസ് മാക്സിമം ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസ് ഈസ് കൺസിഡേർഡ് the most valuable asset in the organization. So എല്ലാ കൺസേൺസും ലാർജ് സം ഓഫ് മണി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. റിക്രൂട്ട്മെന്റ് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ, ട്രെയിനിങ് കൊടുക്കാൻ, സാലറി കൊടുക്കാനൊക്കെ ഒരുപാട് എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഈസ് ദി പോയിന്റ്. നെക്സ്റ്റ് വൺ ഈസ് recognition of human resources. The workers are to be motivated through financial and non-financial incentives through right working conditions. അതായത് നമ്മളൊരു സ്റ്റാഫായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവിടെ പ്രോപ്പറായിട്ട് നമുക്കൊരു ലീവ് ഒക്കെ കിട്ടും, നമുക്ക് കുറേ ഇൻസെൻറ്റീവ്സ് ഒക്കെ തരും, ബോണസ് ഒക്കെ തരുമെങ്കിൽ നമ്മൾ സൂപ്പർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ നിങ്ങളിത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ അവാർഡ് തന്നിരിക്കുന്നു, ഇങ്ങനെ അവരെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എംപ്ലോയീസിൻ്റെ മൊറൈൽ കൂട്ടാനും അവർ കൂടുതൽ ലോയലായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അവർ ലോയലായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഓർഗനൈസേഷന് കൂടുതലും ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ഈ എംപ്ലോയീസ് കൊടുക്കുക. വിച്ച് മീൻസ് റെക്കഗ്നേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. Next point is obtaining and maintaining competent personnel, which means നല്ല ആളുകളെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല കോമ്പിറ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയൊക്കെ പുറത്താക്കാതെ അവരെ മാക്സിമം റീറ്റെയിൻ ചെയ്ത് നമ്മുടെ കമ്പനിയിൽ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അത് ഓൾസോ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്റ്റാഫിംഗ് ആസ് പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത്. സ്റ്റാഫിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ബാക്കിയുള്ള ഫംഗ്ഷൻസ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്ങിൽ സ്റ്റാഫിംഗ് ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എല്ലാ ലെവൽസ് ഓഫ് മാനേജേഴ്സും ഡീൽ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. സ്റ്റാഫിംഗ് ഹ്യൂമൻ റിസോഴ്സസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സ്റ്റാഫിംഗ് ആണ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത്, ഹൗ ടു മേക്ക് യൂസ് ദ പേഴ്സൺ ടു ഗെറ്റിംഗ് തിങ് ഡൺ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. സ്റ്റാഫിങ്ങിനെ വെച്ച് നോക്കുമ്പം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേം കുറച്ചും കൂടെ വലുതാണ്. ഇത് കൂടുതലും വലിയ ഓർഗനൈസേഷൻസിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഹാസ് സീൻ ഇൻ ലാർജ് ഓർഗനൈസേഷൻ. ഹ്യൂമൻ റിസോഴ്സ് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ടാണ് വലിയ വലിയ ഓർഗനൈസേഷനിലെ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വലിയ വലിയ കമ്പനീസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ HR ഡിപ്പാർട്ട്മെന്റ് ആണ് എല്ലാ മാറ്റേഴ്സും ഡീൽ ചെയ്യുന്നത്, സച്ച് ആസ് മാൻ പവർ പ്ലാനിങ് എന്തൊക്കെയാ, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, മെയിൻ്റനൻസ്, റെമ്യൂണറേഷൻ, ഡെവലപ്മെന്റ്, ഇങ്ങനെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ള, കൂടുതലും സ്കോപ്പുള്ള, കൂടുതലും വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ക്യാരി ഓൺ ചെയ്യുന്ന ഏരിയയാണ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് ആക്ട് ചെയ്യും. ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, സ്കോപ്പ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റിക്രൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക. അതേപോലെ
ജോലി അനലൈസ് ചെയ്യുക, കറക്റ്റായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നല്ല ജോബ് ഡിസ്ക്രിപ്ഷൻസ് പ്രിപ്പയർ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുക? നല്ല കോമ്പൻസേഷൻ കൊടുക്കാൻ, നല്ല ഇൻസെൻറ്റീവ് പ്ലാൻസ് കൊടുക്കാനായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതേപോലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്, അതിൽ ഡീൽ ചെയ്യുക. ദെൻ പ്രോപ്പറായിട്ടുള്ള ലേബർ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, യൂണിയൻ മാനേജ്മെൻറ്റ് റിലേഷൻസ് ഒക്കെ. ദെൻ കംപ്ലൈൻസും ഗ്രേവിയൻസസും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ എംപ്ലോയീസിന് കൊടുക്കുക. അതേപോലെ കമ്പനിയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡ്യൂട്ടീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കേണ്ടതാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും സ്റ്റാഫിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വൈഡർ ടേമാണ്. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡീൽ ചെയ്യുന്നത് സ്പെഷ്യലിസ്റ്റ് ഫങ്ഷൻസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ് ആണ്. പക്ഷേ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്റ്റാഫിങ്ങിനകത്തെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ വൺ ഓഫ് ദി ഫങ്ഷൻ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അത് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് പോലെ വൺ ഓഫ് ദി ഫങ്ഷൻ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ലാർജ് ഓർഗനൈസേഷൻസിലാണ് നമ്മൾ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. സ്റ്റാഫിംഗ് ചെറിയ ഓർഗനൈസേഷൻസും ചെയ്യാറുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എപ്പോഴും ആളുകളെ ഡെവലപ്പ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് യൂസ് ദ പേഴ്സൺസ് ടു ഗെറ്റ് തിങ്സ് ഡൺ. ജസ്റ്റ് അതിനു വേണ്ടി മാത്രം ആളുകളെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കി അതിലേക്ക് ഇൻവോൾവ് ആക്കുന്നു. ദാറ്റ് ഈസ് സ്റ്റാഫിംഗ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമതാണ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്സ്, അതായത് കൃത്യമായിട്ട് മാൻ പവർ പ്ലാനിങ് ചെയ്യുക. ഡെയിൽ എസ് ബീച്ചിന്റെ മാൻ പവർ പ്ലാനിങ് എന്താണെന്നുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ചൊരു ഡെഫിനിഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാൻ പവർ പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ആൻഡ് എൻഷുറിങ് the organization will have adequate number of qualified personnel. അതായത് സ്റ്റാഫിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ് ആണ് മാൻ പവർ പ്ലാൻ ചെയ്യാന്നുള്ളത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം മാൻ പവർ ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തുന്നു. ഇതൊരു പ്ലാനിങ് പ്രോസസ്സാണ്. എത്രയാണ് റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ, റൈറ്റ് നമ്പർ ഓഫ് പ്ലേസിൽ, റൈറ്റ് നമ്പർ ഓഫ് തിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്സ്. ഈ മാൻ പവർ പ്ലാനിങ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നും അറിയപ്പെടാറുണ്ട്. ഈ പ്രോസസ്സിനെ ഹ്യൂമൻ റിസോഴ്സിനെ വളരെ ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും അനലൈസ് ചെയ്യപ്പെടാറുമുണ്ട്. മാൻ പവർ റിക്വയർമെന്റ്സ് കണ്ടുപിടിക്കുന്നത് ഓരോ സ്ഥലത്തെ ജോബ് അനാലിസിസ് കൂടെയാണ്. അപ്പം നമ്മളിവിടെ പുതിയൊരു ടേം പരിചയപ്പെട്ടു, ജോബ് അനാലിസിസ്. എന്താണ് ജോബ് അനാലിസിസ്? ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി, ഒരു ജോബിനെ കുറിച്ച് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ചെയ്യുന്ന ആൾ വ്യക്തമായിട്ട് പഠിക്കുന്നതിനെയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിനെയാണ് ജോബ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. It is the detailed and systematic and detailed study of jobs to know the nature and characteristics of people to be employed. Job analysis involved ആയിട്ടുള്ള terms ആണ് job description ഉം job specification. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒരു പർട്ടിക്കുലർ ജോബിന്റെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ്. ഡിസ്ക്രൈബ് ജോബ് ദാറ്റ് സ്പെസിഫൈ ഇറ്റ്സ് റിക്വയർമെന്റ്. എന്താണ് ഒരു ജോലിക്ക് ആവശ്യം? ഫോർ എക്സാമ്പിൾ ടീച്ചിങ് ജോബ് ആണെങ്കിൽ അവിടെ നമ്മൾ PG ഉണ്ടോ, ഡിഗ്രി ഉണ്ടോ, ആ പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ PG ഡിഗ്രി ഉണ്ടോ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു.
അതാണ് ആ ജോബിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, JD എന്ന് പറയും, ജോബ് ഡിസ്ക്രിപ്ഷൻ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ജോബ് സ്പെസിഫിക്കേഷൻ. അതായത് മിനിമം അക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് ടു പെർഫോം ദാറ്റ് ജോബ്. അതാണ് ജോബ് സ്പെസിഫിക്കേഷൻ. മിനിമം അക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ജോബ് അനാലിസിസ് എന്താന്ന് നോക്കി. അതിനുള്ളിൽ വരുന്ന 2 ടേംസ് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും എന്താണെന്ന് നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുന്നത് കൊണ്ട്? ഒന്ന്, പ്ലാനിങ്ങിൽ തന്നെ അറിയാലോ നമുക്ക് എത്ര മാൻ പവർ വേണ്ടി വരും എന്നാണ് ഒന്നാമത്തെ ഫീച്ചർ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫ്യൂച്ചർ നീഡ് ഓഫ് മാൻ പവർ. 2, ഇറ്റ് ഡിറ്റർമൈൻ വെൻ ആൻഡ് വാട്ട് പീരിയഡ് ദ സ്റ്റാഫ് ഇസ് റിക്വയർഡ്. നമുക്ക് ഫ്യൂച്ചറിൽ എത്രത്തോളം മാൻ പവർ വേണം, എപ്പോ, ഏത് സമയത്ത് എത്രത്തോളമാണ് നമുക്ക് ആ സ്റ്റാഫിനെ വേണ്ടത്. അതേപോലെ തന്നെ മേക്ക് പ്ലാൻസ് ഫോർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സസ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുക, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് പ്രോപ്പർ പ്ലാൻസ് ഉണ്ടാക്കുക. അതേപോലെ എൻഷുർ ദാറ്റ് ഓർഗനൈസേഷൻ ഹാസ് നെയ്തർ എക്സസ് നോർ ഷോർട്ടേജ് ഓഫ് പേഴ്സണൽ. ഓർഗനൈസേഷന് അവിടെ ഷോർട്ടേജ് ഉണ്ടോ, എത്രത്തോളം കൂടുതൽ ആൾക്കാർ വേണമെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് വൺ, പീരിയോഡിക്കലി റിവ്യൂ ആൻഡ് കൺട്രോൾ പെർഫോമൻസ് ആൻഡ് കോസ്റ്റ്. പ്രോപ്പറായിട്ട് പീരിയോഡിക്കലി റിവ്യൂ ചെയ്യുക, എത്രത്തോളമാണ് പെർഫോമൻസ് വരുന്നത്, എത്രത്തോളമാണ് അവരുടെ കോസ്റ്റ് വരുന്നത് എന്നൊക്കെ ഉള്ളത് റിവ്യൂ ചെയ്യുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് എലമെന്റ്സ് നോക്കി. രണ്ടാമത്തെ സ്റ്റെപ്പ്, എലമെന്റ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. സെക്കൻഡ് എസ്റ്റിമേറ്റിനകത്താണ് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നോക്കിയത്, ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കിയത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് റിക്രൂട്ട്മെന്റ്? പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയീസിനെ തേടി കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ജോബിന് അപ്ലൈ ചെയ്യിപ്പിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് പറയുന്നത്. Recruitment is a process that stimulates people to apply for jobs. Next step ആണ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് ചെയ്തു, ആൾക്കാരെ നമ്മൾ എത്രത്തോളം, 100 പേരെ വേണം, നമ്മൾ അത് കണ്ടെത്തി, 100 പേരുടെ ഓപ്പണിംഗ്, അവരെ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യിപ്പിച്ചു. റിക്രൂട്ട്മെന്റ് അത് ഏതെങ്കിലും സൈറ്റിൽ ഇട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ പത്രത്തിൽ കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ന്യൂസിൽ ആഡ് കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ത്രൂ ആഡ് കൊടുത്തിട്ടായിരിക്കും. അപ്പൊ പല രീതിയിൽ നമ്മൾ ആളുകളെ കൊണ്ട് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു സെലക്ട് ചെയ്യുക എന്നുള്ളത്. സെലക്ഷൻ ഇസ് ദ പ്രോസസ് ദാറ്റ് ഹാപ്പൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന് ശേഷമാണ് സെലക്ഷൻ നടക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടുപിടിക്കുക, ചൂസ് ചെയ്യുക, ആപ്ലിക്കൻസിനെ കണ്ടെത്തുക. അതിനുശേഷം സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ 100 പേരുടെ ഓപ്പണിങ്ങിന് വേണ്ടി ചിലപ്പം 550 പേര് ഓപ്പൺ ചെയ്തിട്ട് കാണും, അപ്ലൈ ചെയ്തിട്ട് കാണും. അപ്പൊ അതിൽ 450 പേരും റിജക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ സെലക്ഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു നെഗറ്റീവ് പ്രോസസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് അവരെ പ്ലേസ്മെന്റ് ചെയ്യുക എന്നുള്ളത്. പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് എപ്പോഴും റെഫർ ചെയ്തിട്ടുള്ളത് റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്, റൈറ്റ് പേഴ്സൺസിനെ റൈറ്റ് ജോബിൽ കൊണ്ട് എത്തിക്കുന്നു. അതിനുശേഷം മാച്ചിങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷനെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓറിയന്റേഷൻ കൊടുക്കുന്നു. അതായത് ആളുകൾ തമ്മിൽ വർക്ക് ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യാം, എങ്ങനെ ജോബ് ചെയ്യാം, അത് സോഷ്യലൈസേഷന്റെ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്, ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവരെ സെലക്ട് ചെയ്തു, റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് ഈസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി. അല്ലെ, അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് പഠിക്കും. എങ്ങനെയാണ് ഈ ജോബ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ട്രെയിനിങ്ങിലൂടെ അവർക്ക് ജോബ് റിക്വയർമെന്റ്സും അവർക്കുള്ള കഴിവും തമ്മിലുള്ള ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്യും. അത് എംപ്ലോയിക്കും ജോലി കൊടുക്കുന്ന എംപ്ലോയറിനും ഗുണം ചെയ്യും. ബിക്കോസ് അവർ കൂടുതൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്ഡ് ആവും, അവർ കൂടുതൽ കോൺഫിഡന്റ് ആവും ജോലി ചെയ്യാനായിട്ട്, സ്റ്റാഫുമായിട്ട് കുറേയധികം മിങ്കിൾ ആവും. അതുവഴി അവർ ഫ്യൂച്ചർ നീഡ്സിലേക്ക് വേണ്ടി അവർ പ്രിപ്പയർ ആവും
ശരിക്കും എംപ്ലോയീസ്. ഫൈനൽ ഏകദേശം എൻഡിലോട്ട് വരുമ്പോഴത്തേക്കുമാണ് പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ. ലാസ്റ്റ് അവർ പെർഫോം ചെയ്തതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്. ദിസ് ഇസ് എ പീരിയോഡിക് മെഷർമെന്റ് ആൻഡ് അസസ്മെന്റ് ഓഫ് ദ ബിഹേവിയർ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. അവർക്ക് ഒരു പീരിയോഡിക് ആയിട്ട് അവരെ റിവ്യൂ ചെയ്യുകയാണ്. അവരെത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അവരെന്തോളമാണ് ഈ ആക്ച്വൽ പെർഫോമൻസ് അവർ ചെയ്തത്. നമ്മുടെ ബെഞ്ചുമാർക്കുമായിട്ട് നമ്മൾ തട്ടി നോക്കും, ഇവരെത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളത്. പെർഫോമൻസ് അപ്രൈസൽ എപ്പോഴും ഓരോ ആക്ടിവിറ്റീസിനും അത്യാവശ്യമുള്ള കാര്യമാണ്. അവർക്ക് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ, ഇനി അത് പോട്ടെ, ആരെങ്കിലും സസ്പെൻഡ് ചെയ്യണമെങ്കിൽ, ആരെങ്കിലും പ്രോപ്പറായിട്ട് കോമ്പൻസേഷൻ കൊടുത്ത് അവരെ നന്നാക്കി എടുക്കണമെങ്കിലൊക്കെ ഈ പെർഫോമൻസ് അപ്രൈസൽ ആവശ്യമാണ്. നമ്മൾ എക്സാം ഒക്കെ ഇടുകയില്ലേ, അതുപോലെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഈ മാസത്തെ ടാർഗറ്റ് 100 ആയിരുന്നു, ഇയാള് 110 എത്തിച്ചു, അപ്പൊ സൂപ്പറായിട്ട് ചെയ്തു, അപ്പൊ അയാൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാം. അല്ല, ഇയാള് 50 എത്തിച്ചിട്ടുള്ളൂ, അപ്പൊ അയാൾക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് അയാളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യണം അടുത്ത ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഫൈനൽ നെക്സ്റ്റ് വൺ ആണ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും? ഡയറക്റ്റ് പൈസയായിട്ട്, വേജസ്, സാലറി ആയിട്ട്, അല്ല ഡെയിലി വേജസ് ആയിട്ട്, ഇൻസെന്റീവ്സ് ആയിട്ട്, കമ്മീഷൻ ആയിട്ട്, ബോണസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് പൈസ അല്ലെങ്കിൽ പണം, മണി കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇൻഡയറക്റ്റ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഒക്കെ എടുത്തു കൊടുക്കാം, വെക്കേഷന് വേണ്ടി, ടൂറിന് വേണ്ടി ടിക്കറ്റ്സ് കൊടുക്കാം, ആ രീതിയിൽ. ഇപ്പൊ ഡയറക്റ്റ് പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ, ടൈം ബേസ് ചെയ്തും പെർഫോമൻസ് അല്ലെങ്കിൽ പീസ് റേറ്റ് കൊടുക്കാൻ പറ്റും. ടൈം ബേസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജസ് എത്രയാണോ അവർ ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ആനുവലി ടൈം അനുസരിച്ച് കൊടുക്കുന്നു. പെർഫോമൻസ് ബേസ് ചെയ്ത് കൊടുക്കുന്നതാണ് പീസ് റേറ്റ് വർക്ക് എന്ന് പറയുന്നത്. വേജസ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ദ പീസ് റേറ്റ് വർക്ക്. പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ബേസ്ഡ് റേറ്റ് ചെയ്ത് കൊടുക്കുന്ന വർക്കിനെയാണ് പറയുന്നത്. ഫൈനൽ വൺ ആണ് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. ലാസ്റ്റ് കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം പ്രൊമോഷൻ ഏതെങ്കിലും എംപ്ലോയീസിന്റെ പ്രസന്റ് പൊസിഷനിൽ നിന്ന് ഒരു ഹയർ പൊസിഷനിലോട്ട് കൊടുക്കുന്നതിനാണ് പ്രൊമോഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ മനുഷ്യന്മാരുടെയും കരിയറിൽ. പ്രൊമോഷൻ എപ്പോഴും റെസ്പോൺസിബിലിറ്റീസ് കൂട്ടും, അതോറിറ്റി അവർക്ക് കൂടുതൽ നൽകും, കൂടുതൽ പണം കിട്ടും, സ്കെയിൽ ഓഫ് പേ കൂടും, അവർക്ക് കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും സഹായകമാകും. സോ ഇത്രയുമാണ് സ്റ്റെപ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പോർഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്.